ഇറാനുമായുള്ള യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് വൻ തിരിച്ചടി ലഭിക്കുകയാണ്. നിലവിൽ ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കുന്ന US വിമാനം ഇറാഖിൽ തകർന്നു വീണ് 6 പേർ കൊല്ലപ്പെട്ടു. ഇർബിലിലെ US സൈനിക താവളത്തിലുണ്ടായ ആക്രമണത്തിൽ നിരവധി സൈനികർക്ക് പരിക്കേറ്റു. ലബനനിലും ഇറാനിലും കനത്ത വ്യോമാക്രമണം തുടരുകയാണ്. ഇറാനിലെ 6000 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്നും 150 കപ്പലുകൾ തകർത്തെന്നും അമേരിക്ക അവകാശപ്പെട്ടു. ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ ഇസ്രായേലിലെ ഗലീലിയിൽ 15 പേർക്ക് പരിക്കേറ്റു. ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെന്ന മുജ്തബ ഖാംനയുടെ പ്രഖ്യാപനത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ ഇടിവുണ്ടായി. ഷിനോജ് ഷംസുദ്ദീൻ വിവരങ്ങൾ നൽകും. ഷിനോജ്, പശ്ചിമേഷ്യ സംഘർഷഭരിതമായി തുടരുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടി യുദ്ധത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളത് കൂടിയാണ്. അതിനപ്പുറത്തേക്ക് വലിയ ആക്രമണങ്ങൾ ഇറാന് നേരെ കടുപ്പിക്കുന്നു. സംഘർഷഭരിതമായി തന്നെ തുടരുകയാണ് സാഹചര്യങ്ങൾ. ഇന്ന് കൂടുതൽ കടുത്ത സംഘർഷമാണ് ഇസ്രായേലിലും അതേപോലെ തന്നെ ഇറാഖിലും ഇറാനിലുമൊക്കെ നിലനിൽക്കുന്നത്. ഇസ്രായേലിലെ ഹിസ്ബുള്ള നടത്തിയ ആക്രമണത്തിൽ സാർസിലിൽ 30 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേപോലെ തന്നെ നേരത്തെ US-ന്റെ ഒരു വിമാനം ആക്രമിച്ചിരുന്നു. മറ്റു വിമാനങ്ങൾക്ക് ഇന്ധനം നൽകുന്ന പോർവിമാനമാണ് ആക്രമിച്ച് ഇറാന്റെ ആക്രമണത്തിൽ തകർന്നു പോയത്. അതേപോലെ തന്നെ ഇറാഖിലെ കുർദിസ്ഥാനിൽ ഇറാൻ സഖ്യസേന നടത്തിയ ആക്രമണത്തിൽ ഇന്ന് ഫ്രഞ്ച് സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഈ സംഘർഷത്തിൽ ഫ്രഞ്ച് സൈനികർ കൊല്ലപ്പെടുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതേസമയം ഇറാന് നേരെയും ശക്തമായ ആക്രമണമാണ് നടക്കുന്നത്. ഇന്ന് 6000 കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് US പറഞ്ഞിട്ടുള്ളത്. ഇറാന്റെ 90 ചരക്ക് കപ്പലുകളും അതേപോലെ തന്നെ 60 മറ്റ് കപ്പലുകളും തകർത്തു എന്നാണ് അവകാശപ്പെടുന്നത്. ഇതിൽ കടൽ ബോംബ് സ്ഥാപിക്കുന്ന 30 ബോട്ടുകളും തങ്ങൾ തകർത്തു എന്നാണ് US-ഉം ഇസ്രായേലും അവകാശപ്പെടുന്നത്. ഗൾഫിലെ സൈനികരെ പിൻവലിക്കാൻ ഇതിനിടയിൽ ഇറ്റലി തീരുമാനിച്ചിട്ടുണ്ട്. നാറ്റോ സഖ്യത്തിന്റെ ഭാഗമായിട്ട് എത്തിയ സൈനികരെയാണ് ഗൾഫിൽ നിന്ന് പിൻവലിക്കാൻ ഇപ്പോൾ ഇറ്റലി തീരുമാനിച്ചിരിക്കുന്നത്. ഇറാഖിലും അതേപോലെ നിരവധി US സൈനികർക്ക് പരിക്കേറ്റ ഒരു ദിവസം കൂടിയാണ് ഇന്ന്. 3 കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ ആക്രമിച്ചിട്ടുണ്ട്. ഈ 2 ദിവസത്തിനിടെ ആക്രമിക്കപ്പെടുന്ന 8ാമത്തെ കപ്പലാണ്. 8 കപ്പലുകളാണ് ഇതുവരെ ആക്രമിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ക്രൂഡ് ഓയിൽ വില വളരെ ഉയരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും വരുന്നു. ഇന്ന് $101.59 ക്രൂഡ് ഓയിൽ വില ആയിട്ട് ഉയർന്നിരിക്കുന്നത്. ഇത് ലോകത്ത് മുഴുവൻ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു വില വർധനയാണ്. വിപണിയിൽ മാത്രം ഈ കരയിലും ആകാശത്തും മാത്രമല്ല വിപണിയിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്ന ദിവസമാണ് ഇന്ന് ജിൻസി.